താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് വീണ്ടും രൂക്ഷം. ചുരം 6-ാം വളവിൽ ചരക്ക് ലോറിയും 7-ാം വളവിൽ KSRTC ബസും കുടുങ്ങിയതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കിയത്. നേരത്തെ ഡീസൽ തീർന്ന് ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കിനിടെയാണ് വീണ്ടും വാഹനങ്ങൾ കുടുങ്ങിയത്. സിദ്ദിഖ് പന്നൂർ വിവരങ്ങൾ പങ്കുവെക്കും. സിദ്ദിഖ്, ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തുടരുകയാണോ? എന്തെങ്കിലും ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, പുലർച്ചെ ഏകദേശം 6 മണിയോടെയാണ് ഈ ടൂറിസ്റ്റ് ബസ് ചുരം 9-ാം വളവിന് മുകളിലുള്ള വ്യൂ പോയിന്റിൽ കുടുങ്ങുന്നത്. ആ വളവിൽ തന്നെ ഈ ബസ് വീതി കുറഞ്ഞ ഭാഗത്ത് കുടുങ്ങിയതോടെ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഇരുഭാഗങ്ങളിലുണ്ടായി. ഏകദേശം 8:15-8:30 ഈ ബസ്സിന് ഡീസൽ കൊണ്ടുവന്ന് ബസ് ഇവിടെ നീക്കിയെങ്കിലും ഗതാഗതക്കുരുക്കിന് വലിയ ശമനമുണ്ടായി എന്ന് പറയാനാവില്ല. വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, എന്നാൽ വലിയ രീതിയിൽ ഏകദേശം ചുരത്തിന്റെ മുകൾ ഭാഗം അങ്ങ് ലക്കിരി വരെയും താഴേക്ക് ഏകദേശം 4-ാം വളവ് വരെയും എല്ലാം ഇപ്പോൾ വാഹനങ്ങൾ നിരന്ന് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് 2 സ്ഥലങ്ങളിൽ 6-ാം വളവിൽ ഒരു KSRTC ബസ്സും അതുപോലെ 7-ാം വളവിൽ ഒരു ലോറിയും കുടുങ്ങിയിരുന്നു. എന്നാൽ ഇവിടെ വലിയ ഗതാഗതക്കുരുക്കുകളില്ല. പക്ഷെ നേരത്തെ ഉണ്ടായ ആ ഒരു കുരുക്ക് ഇനിയും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ടൂറിസ്റ്റ് ബസ് പോലത്തെ അല്ലെങ്കിൽ ചരക്ക് ലോറികൾ പോലത്തെ വാഹനങ്ങൾ ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം ഡീസൽ നിറയ്ക്കാതെ ചുരം കയറുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന്, ശക്തമായ നടപടി വേണമെന്നുമാണ് ഇപ്പോൾ യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഇത് നൂറുകണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. അതുപോലെ ഉദ്യോഗസ്ഥർ ഇതുകൊണ്ട് വലയുകയാണ്. ഏതായാലും അവധി ദിവസമായതിനാൽ തന്നെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രഞ്ജിത്ത്, ശരി. സിദ്ദിഖ് പന്നൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.